അമേരിക്കയ്ക്ക് മാത്രമല്ലടാ, കേരളത്തിലുണ്ട് ഏലിയൻ. പ്ലൂട്ടോ മൂവി മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്നതിൽ, ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ഏലിയൻ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയുള്ള ഒരു സ്പൂഫ് ജോണറിലുള്ള സിനിമയാണ് പ്ലൂട്ടോ. നീരജ് മാധവും അജു വർഗീസുമാണ് അതിൽ മെയിൻ താരങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഹർഷ ബൈജു ഉണ്ട് ഫീമെയിൽ ലീഡായിട്ട്. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ കയറി കണ്ടതുകൊണ്ടാണോ അതോ ഈ പറയുന്ന റിവ്യൂ ഭീമന്മാരൊക്കെ മഹാമോശം റിപ്പോർട്ട് കൊടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ പ്രതീക്ഷയില്ലാതെ കാണാൻ പോയത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം നിങ്ങളിലെ കൗമാരക്കാരൻ മരിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും പ്ലൂട്ടോ തിയേറ്ററുകളിൽ കൊണ്ട് കാണിച്ചു കൊടുക്കണം. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും വൃത്തികെട്ട പിള്ളേരുടെ മനസ്സുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് ചിരിക്കാൻ സാധിച്ചു. പിന്നെ ഒരു മിയർ പെർഫെക്റ്റ് ഏലിയൻ മൂവി അങ്ങനെയൊക്കെ വിചാരിച്ച് പോകരുത്. ഇത് ഒരു സ്പൂഫ് ജോണറിലുള്ള കോമഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏലിയൻ സ്റ്റോറിയാണ്. അത് നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള വക സമ്മാനിക്കുന്നുണ്ട്. നമുക്ക് കണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് ഇറങ്ങിപ്പോരാം. ഭയങ്കര രസകരമായിട്ട് അതിലെ ചില പാട്ടുകളും പരിപാടികളൊക്കെ കോർത്തിണക്കിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ഈ സിനിമയുടെ മൂഡിനനുസരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ തന്നെയാണ്. അജു വർഗീസ് ഔട്ട് ആൻഡ് ഔട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു ജോളോ ചിപ്സും കടിച്ചു പിടിച്ചിട്ടാണ് പുള്ളി എൻ്റർ ആവുന്നത്. അവിടെ തൊട്ട് അവസാനം ചുമറിൻ്റെ ഓട്ടയിൽ കയറി ഫിക്സ് ആവുന്നവരെ അത് ഭയങ്കര രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നീരജ് മാധവ് നായകൻ, ഹർഷ ബൈജു നായിക, ആ ഒരു ലെവലിലാണ്. പിന്നെ നമ്മുടെ ഏലിയനായിട്ട് വരുന്ന പുള്ളിക്കാരൻ, പുള്ളി ഈ പറയുന്ന പോലെ പുള്ളിയുടെ ലുക്കിൽ തന്നെ ഒരു ഏലിയൻ ലുക്ക് ഉണ്ട്. അത് ബോഡി ഷെയിം ചെയ്യണതല്ല, അത് ആ രീതിയിൽ തന്നെയാണ് അത് കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നീരജിന്റെ ഫ്രണ്ടായിട്ട് ഒരുത്തൻ ഓടി നടക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോമഡിയും പരിപാടികളും ഒക്കെ ഉഷാറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവസാനം വരെ നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. ബോറടിപ്പിക്കുന്നില്ല. പിള്ളേരൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. പിള്ളേർക്കും ഇഷ്ടമാവും, നമുക്കും ചിരിക്കാം. ഭയങ്കര വൺ സെറ്റപ്പ് പരിപാടിയല്ല, പക്ഷെ പൈസ നഷ്ടാവൂല. ധൈര്യമായിട്ട് പോയി കണ്ടു. കിടുവാണ്.